നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ടാരോ ക്ലാസ് പഠിക്കാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ താഴെ കൊടുക്കാം. ക്ലാസ് ഫെബ്രുവരി 4th അടുത്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. ഇതിന് മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഞാൻ ചേർക്കില്ല. പിന്നെ സെക്കൻഡ് ബാച്ചിന് ഇപ്പോൾ വേറെ ഇടയിൽ എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ അപ്പം അനൗൺസ് ചെയ്യാൻ ഞാൻ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫെബ്രുവരി 4th ആണ്. മീൻസ് ആ ഒരു ആഴ്ച, മീൻസ് ഫെബ്രുവരി 4th തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വിടും. പിന്നെ അങ്ങനെ മുന്നോട്ട് നോക്കാം. ഓക്കെ, സോ അതിന് മുമ്പ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവനവന് വേണ്ടി വായിക്കാനോ അറ്റ്ലീസ്റ്റ് കാർഡ്സ് എന്താണെന്നൊക്കെ അറിയാനെങ്കിലും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ബേസിക് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളെ പേഴ്സൺ വിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. എനിക്ക് നോ കോണ്ടാക്ട് ആവാം, സെപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ അധികം കോണ്ടാക്ട് ഇല്ല, എപ്പോഴും സംസാരമില്ല, വല്ലപ്പോഴും ഒന്ന് വന്നു പോവാണ്, വല്ലപ്പോഴും സംസാരമാണ്. എനിക്ക് മെസ്സേജസ് നോക്കുന്നില്ല, നിങ്ങളുടെ ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കലായിരിക്കാം, നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ഹാപ്പി ആണോ ഇപ്പോൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷമാണോ എന്ന് നോക്കാം. ഓക്കെ, അവരുടെ ലൈഫിൽ എന്താണ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാപ്പി ആണോ എന്ന് നോക്കാം. അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്. 4 of Swords ആണ്. ബ്രേക്കിലായിരിക്കാം നിങ്ങൾ. 2 of Swords, ഡെത്ത് കാർഡ്. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ എൻഡിങ് ആയിരിക്കാം ഓൾമോസ്റ്റ്. 2 of Cups. എനിക്ക് എൻ്റെ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറ്റണം. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ കാർഡ്സ് ഫുൾ കാണാൻ പോലെ വെക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്. ഓക്കെ, പേഴ്സൺ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നോട്ടത്തിൽ പേഴ്സൺ ഹാപ്പി അല്ല. ഓക്കെ, പേഴ്സൺ തീരെ ഹാപ്പി അല്ല, കൺഫ്യൂസ്ഡ് ആണ്. അവർ ടെൻഷനിലാണ്, വിഷമത്തിലാണ് എന്ന് പറയാം. അവർ നിങ്ങളുടെ മെമ്മറീസിലിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ നിങ്ങളെ. ഓക്കെ, എടുത്തയാടി ഞാൻ സ്റ്റോറി ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ രസമല്ലല്ലോ. ഓക്കെ, 4 of Swords എനർജി എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രേക്കിലായിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ഒരു ചെറിയ ബ്രേക്ക് എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സൺ ഇപ്പോൾ തൽക്കാലം ഒന്നും ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, റിലാക്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, പക്ഷെ റിലാക്സ്ഡ് മാത്രമാണ്, അല്ലാതെ ഹാപ്പിയാണ് എന്ന് പറയുന്നില്ല. അങ്ങനെയല്ല, ഹാപ്പി അല്ല, പക്ഷെ അവർ റിലാക്സ്ഡ് ആണ്, അത്രമാത്രം. ഓക്കെ, ഇവിടെ സോഡ്സിൻ്റെ എനർജിയാണ്. സോഡ്സ് എനർജി ഒരിക്കലും നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളും ഒരു വാളിൻ്റെ ഇങ്ങനെ സൈഡിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സമാധാനം, ഒരു റിലാക്സിങ് ആണെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അവർ ഹാപ്പി അല്ല, വിഷമിച്ചിട്ട് അവർ മനസ്സിൽ പല തോട്ട്സും അവർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ആ റെസ്റ്റിംഗ് പീരീഡിലും അവർ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, 2 of Swords എനർജി ഉണ്ട്, കൺഫ്യൂഷനാണ് അവരുടെ മൈൻഡിൽ. നിങ്ങളെ ചിലപ്പോൾ തോന്നും നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യണം, ചിലപ്പോൾ തോന്നും വേണ്ടാന്ന് തോന്നും. ഓക്കെ, ചിലപ്പോൾ തോന്നും അവർ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. ചില സമയത്ത് ലൈക്ക് വേണോ, ഞാൻ ചെയ്യണോ, അപ്പം സംസാരിക്കണോ, വേണ്ടേ, പോയി കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരുമോ എന്ന രീതിക്ക് വല്ലാതെ കൺഫ്യൂഷൻ എന്ന രീതിക്കാണ് ഇവിടെ. ഓക്കെ, കൺഫ്യൂസ്ഡ് തോട്ട്സ് ആണ് അവർക്ക്, തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഡെത്ത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ എൻഡിങ് ആയിരിക്കാം, ബ്ലോക്ക്ഡ് ആയിരിക്കാം, ജസ്റ്റ് നിങ്ങൾ തമ്മിൽ ബ്രേക്ക് ആയിരിക്കാം, ജസ്റ്റ് ഒരു ബ്രേക്ക് എന്ന രീതിക്കായിരിക്കാം, കുറച്ച് ഒന്ന് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്കിവിടെ കാണുന്നുണ്ട്. പക്ഷെ എൻഡിങ് എന്ന് ടോട്ടലി വിളിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ തൊട്ടടുത്ത് 2 of Cups ആണ്. സോ ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ ഇമോഷണൽ കണക്ഷൻ ആണ്, ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. ഓക്കെ, അവർ യൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. എനിക്ക് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നു, ബിക്കോസ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, പേജ് ഓഫ് വാൻഡ്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹമുണ്ട്. വാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. സോ കൂടുതൽ അവർക്ക് നിങ്ങളോട് മെസ്സേജ് ചിലപ്പോൾ വരാം. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. എനിവേ, അവർ മെസ്സേജ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ട്, നിങ്ങളുമായിട്ട് വീണ്ടും റീയൂണിയൻ വേണം. ആൻഡ് ഇതിവിടെ 3 of Pentacles ആയിരുന്നു. 3 of Pentacles പറയുമ്പോഴും നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ബെറ്റർ ആക്കുക എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, കുറച്ചുകൂടി എടുക്കാം കാർഡ്സ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടായിരിക്കാം ചിലപ്പോൾ അവർ മാറി നിൽക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് കുറച്ചുകൂടി. പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ 10 of Wands, 5 of Cups, Hierophant,
ദ ടെമ്പറൻസ്. ഓക്കെ, Page of Pentacles again, page. Okay, and ഇവിടെ Ace of Pentacles. Wow. Four of Cups. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഫാമിലി എന്ന രീതിക്ക് എടുക്കാം. പാരൻസ് ആവാം, അല്ലെങ്കിൽ മാരീഡ് ആവാം, രണ്ടും പറയാം. ഓക്കെ, ഹെയർഫൻറ്റും ഉണ്ട്. 10 of Wands ഇതൊരു ഫാമിലി കാർഡാണ്. ഓക്കെ, ഫാമിലിയുടെ ബേർഡൻ അവരുടെ മേലെയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചുമതലകൾ അവരുടെ മേലെയുണ്ട് എന്ന് പറയാം. അതിപ്പോൾ ജോലിയുടെ ആവാം, ഫാമിലിയുടെ ആവാം, പാരൻസിൻ്റെ അസുഖങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, സിസ്റ്റർ ബ്രദറിനെ നോക്കുന്നതായിരിക്കാം, വീട് നോക്കുന്ന, കുടുംബം നോക്കണു, ആ രീതിക്കാവാം. ഓക്കെ, മാരീഡ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ആ ഒരു ബേർഡനിലാണ് ആ പേഴ്സൺ ഇപ്പോൾ. ഓക്കെ, അവർക്ക് അതിൻ്റെതായ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ 5 of Cups ഉണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം വിട്ടുമാറിയിരിക്കുകയാണ്. ഇപ്പോൾ 5 of Cups പറയുമ്പോൾ നമുക്ക് നഷ്ടം ഫീൽ ചെയ്യാമെന്നാണ് പറയാം. ആ നഷ്ടത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക എന്ന രീതിക്കാണ്, ഇമോഷൻസ് ആണ്. ഓക്കെ, അവർ ആ നഷ്ടം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എൻഡിങ് എന്ന രീതിക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ശരി, എന്ത് തന്നെയായാലും ഓക്കെ, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് വിഷമമുണ്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഫുള്ളി നഷ്ടപ്പെട്ടു പോയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെ, ഹെയർഫൻറ്റ് അഗെയിൻ ഇവിടെ ഉണ്ട്. സോ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, അവർ മാരീഡ് ആയിരിക്കാം, സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ. ചിലവർക്ക് പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിയൻ ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു. 2 of Cups എനർജി ഉണ്ടായിരുന്നു. ഹെയർഫൻറ്റും പറയുന്നത് നമ്മൾ സിൻസിയർ ലവ് എന്ന രീതിയിലാണ്. ഹെയർഫൻറ്റ് എന്ന് എടുക്കാം, മാരേജ് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ എടുക്കാം. ശരിക്കും പ്രോപ്പറായിട്ട് നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ ശരിക്കും നിങ്ങളെ ചൂസ് ചെയ്ത്, ഫാമിലിയുടെ മുമ്പിലൊക്കെ. ആക്ച്വലി അവിടെ നേരത്തെ 7 of Wands ബാക്ക് ഓഫ് ഇത് ഉണ്ടായിരുന്നു. 7 of Wands വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കലാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പറ്റുന്നവർക്ക് നിങ്ങളുടെ മാരേജ് കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക്. ഓക്കെ, ഈവൻ അവർ മാരീഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ബേർഡൻസ്, കാര്യങ്ങൾ അവരെ ഇപ്പോൾ തൽക്കാലം തടസ്സപ്പെടുത്തി നിർത്തുന്നുണ്ട് എന്ന് പറയാം. അവർ മനസ്സിൽ കൺഫ്യൂഷൻ അതൊക്കെ ആയിരിക്കും. ആൻഡ് ഇവിടെ ടെമ്പറൻസ്, ബാലൻസ്. ഓക്കെ, അവർ തൽക്കാലം ഐ തിങ്ക് അവരെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നത്. സോ അവനവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബാലൻസിൽ വെക്കാൻ ശ്രമിക്കുകയാണ്. ഇമോഷണൽ ആവാതെ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, ബേർഡൻസ് അവരുടെ മേലെ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് ചെയ്യണം. സോ അത് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇമോഷൻസ് ഒന്ന് കൺട്രോളിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ ബാലൻസ് വേണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയും പറയാം. നിങ്ങൾ തമ്മിൽ അവർ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനും ആഗ്രഹിക്കും. കോംപ്രമൈസ് കൊണ്ടുവന്ന് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച് കോംപ്രമൈസായി നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം. ഞാൻ നേരത്തെ 3 of Pentacles പറഞ്ഞു ഞാൻ. ഓക്കെ, ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സപ്പോസ് പിണങ്ങിയൊക്കെ മീൻസ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറയണം എന്ന് ആഗ്രഹമുണ്ട്. അഗെയിൻ മെസ്സേജാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് മെസ്സേജിൻ്റെ കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ അതൊരു ഫ്രഷ് എനർജി എന്ന് പറയാം. അതായത് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളോട് മെസ്സേജ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റോടെ മുന്നോട്ട് പോവാം, വീണ്ടും ഒന്ന് അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ Ace of Pentacles ഉണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്, മാരേജിൻ്റെ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് മാരേജ് റെപ്രസെൻറ്റേഷൻ ആണ്. ചിലവർക്ക് നിങ്ങൾ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജ് കമ്മിറ്റ്മെൻറ്റ്. അഗെയിൻ 2 കാർഡും പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു യൂണിയൻ, നിങ്ങൾ തമ്മിൽ മാരേജ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് പേർക്കെങ്കിലും. ഓക്കെ, അല്ലാത്തവർക്ക് മേ ബി അവർ ആ മാരേജ് സിറ്റുവേഷൻ ഓക്കെ അതിലവർക്ക് താല്പര്യമില്ല എന്ന് പറയാം. ഓക്കെ, അവർ മാരീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ വേറെ അതിലൊന്നും ഇമോഷണൽ കണക്ട് ഇല്ല അവർക്ക്. ഓക്കെ, അവിടെ ഇമോഷണലി യാതൊരു താല്പര്യമില്ല. വേറെ ബന്ധങ്ങൾ ആണെങ്കിൽ തന്നെ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. ഫാമിലിയുടെ ആയാലും ശരി, ഫാമിലിയുടെ കൂടെ ഒന്നും അവർ ഹാപ്പി അല്ല ഇപ്പോൾ. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഫാമിലി ആയിരിക്കാം. ഓക്കെ, 5 of Wands നിങ്ങളെയാണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ചാടി വന്ന കാർഡ് Ace of Cups. നിങ്ങളോട് അത്രയും സ്നേഹമാണ്, ഞാൻ അതിനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ തന്നെയാണ് അവർക്ക് വേണ്ടത്. ലൈഫിൽ നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 2 of Cups ഉണ്ട്, Ace of Cups ഉണ്ട്. എനിവേ, പേഴ്സൺ എന്തായാലും ഹാപ്പി അല്ല. നമ്മൾ ചോദിച്ച ക്വസ്റ്റൻ അതായിരുന്നു. പേഴ്സൺ നിങ്ങളെ വിട്ടിരിക്കുകയാണെങ്കിൽ ഹാപ്പി ആണോ എന്ന്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഓക്കെ, അവരുടെ ലൈഫ് സിറ്റുവേഷനിൽ അവർ പെട്ടെന്ന് നിൽക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിൽ കൂടുതൽ അവിടെ യാതൊരു താല്പര്യമില്ല അവർക്ക് ആ ലൈഫിൽ. ഓക്കെ, നിങ്ങളെ അടുത്തേക്ക് വരണം എന്നാണ്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ കൂടി എടുക്കാം. നിങ്ങൾക്ക് എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാം? ബ്ലോക്ക് മാറ്റി അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് വീണ്ടും സംസാരിക്കുമോ എന്ന രീതിയിൽ നോക്കാം. ഇതൊരു എത്ര ദിവസത്തെ എനർജി എടുക്കണം എന്ന് ആലോചിക്കണം ഞാൻ. ഇത് എപ്പോഴേക്കാണ് നമ്മൾ ലിമിറ്റ് വെക്കണോ നോക്കാം അല്ലേ, ഒരു ട്രയൽ. നെക്സ്റ്റ് മേ ബി ഇതിപ്പോൾ എന്താ, ജനുവരി. ഓക്കെ, ഫെബ്രുവരി നമുക്ക്
ഓക്കെ, എനിക്ക് ആലോചിച്ചപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് ആദ്യം ഓർമ്മ വന്ന്. സോ നമുക്ക് വാലന്റൈൻ ഡേക്കുള്ളിൽ നിങ്ങൾക്ക് പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ എന്താ പ്രതീക്ഷിക്കാൻ പറ്റാൻ നോക്കാം. ഓക്കെ, February 14 ഉള്ളിൽ നമുക്ക് എന്താവും നോക്കാം. എന്തോ എനിക്ക് അങ്ങനെ ജസ്റ്റ് ഫീൽ ചെയ്തു. മൂൺ കാർഡ്, എനിക്ക് 2 of Wands, ആക്ഷൻ വരുന്നില്ല. ഹെർമിറ്റ്, ഓക്കെ, Ace of Wands ഉണ്ട് ഇവിടെ. നിങ്ങളെയാണ് വേണ്ടത് അവർക്ക്, നോ ഡൗട്ട്. രണ്ട്, പക്ഷേ എനിക്കിങ്ങനെ വേണ്ട, ഞാൻ നേരെ ഷഫിൾ ചെയ്ത് തന്നെ എടുക്കാം. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് February 14 ഉള്ളിൽ എന്ത് ആക്ഷനാണ്? സോറി, ടൈം എടുക്കും. ഓക്കെ, February 14 ഉള്ളിൽ എനിക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ആയിട്ട് കിട്ടുന്നില്ല. നോ സോറി, ആക്ഷൻ കുറച്ച് ഡിലേ ആണ്. ഓക്കെ, ഞാൻ അവർക്ക് ആഗ്രഹമുണ്ട്, എല്ലാം വേണം എന്നുണ്ട്, പക്ഷെ അവർക്ക് തന്നെ ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇത് കൂടുതലും മേ ബി നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ ചാൻസ്, നിങ്ങൾ തമ്മിൽ ഒരു ടോട്ടൽ ബ്രേക്കപ്പ് പോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾ തമ്മിൽ അകന്നവരാണെങ്കിൽ, ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്കിത് മാച്ച് ആവും. ഓക്കെ, അല്ലാത്തവർക്ക് കുറച്ചുകൂടി ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും. പക്ഷേ ലൈക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്രേക്ക് എൻഡിങ് എന്ന രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ആയി, നിങ്ങൾ തമ്മിൽ ശരിക്കും ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാ പേഴ്സൺ, അങ്ങനെ ആ രീതിക്ക് എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഡിലേ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേജ് ഓഫ് പെൻഡിക്കിൾസും പേജ് ഓഫ് വോൺസും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് പേർക്ക് വരാം. ഓക്കെ, ബട്ട് ഇവിടെ പേഴ്സണിന് ക്ലാരിറ്റി കിട്ടുന്നില്ല. അവർക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ക്ലിയർ ആവുന്നില്ല. ആൻഡ് ഇവിടെ 2 of Wands അഗെയിൻ കൺഫ്യൂഷനാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ, ആരെ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ, ഫാമിലിയുടെ വാക്ക് കേൾക്കണോ, ഫാമിലിയുടെ കൂടെ നിൽക്കണോ, നിങ്ങളുടെ അടുത്തേക്ക് വരണോ എന്നുള്ള കൺഫ്യൂഷൻ. ഹെർമിറ്റ് ആണ്, അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ചിന്തിക്കുന്നുണ്ട്. ഹെർമിറ്റ് എപ്പോഴും നമുക്ക് നല്ല കാർഡ്സ് തന്നെയാണ്. ഹെർമിറ്റൊക്കെ ചിന്തിക്കുകയാണ് അവർ. ഓക്കെ, അവർ ആലോചിച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുകയാണ്, മൈൻഡ് അവർ ക്ലിയർ ആക്കാൻ ശ്രമിക്കുകയാണ്. ഹാങ്മാനും ഹെർമിറ്റും ഒക്കെ വളരെ നല്ല കാർഡ്സാണ്. ഇങ്ങനെ തലകീഴായിട്ട് കിടന്നാലും ഓക്കെ, അവർ വെയിറ്റ് ചെയ്യുകയാണ്, ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം. ആക്ച്വലി സ്ട്രെങ്ത് ആണ്. ഓക്കെ, സോ മേ ബി നമുക്ക് ഇങ്ങനെ പറയാം, ദറ്റ് അവർ ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഒരു സ്ട്രെങ്ത്, മേ ബി അവർ നിങ്ങളോട് തെറ്റെന്തെങ്കിലും ചെയ്ത് കാണാം. കാരണം ഇവിടെ 2 പേരുണ്ട്. സോ തേർഡ് പാർട്ടി എനർജി, അവർ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഒരു റിഗ്രറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സോറി പറയുന്ന കാര്യം. സോ മേ ബി അവരുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ടായിരിക്കാം അവർക്ക് ധൈര്യമില്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അപ്രോച്ച് ചെയ്യാൻ. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ ഒരു ചൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കാതെയാണെന്ന് പറയാം. പക്ഷേ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കും. ഓക്കെ, അവർ ആ ഒരു ധൈര്യം കൊണ്ടുവരാൻ അവർ ശ്രമിക്കും, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ശ്രമിക്കും എന്ന രീതിയിലാണ്. പക്ഷെ സമയമെടുക്കും, ടൈം ഡിലേ ഉണ്ട്, പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫുൾ ബ്രേക്ക് എന്ന രീതിക്ക്, അല്ലെങ്കിൽ നല്ല ടോട്ടൽ നിങ്ങൾ തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ഒക്കെ ആയി നിങ്ങൾ തമ്മിൽ അകന്നു എന്ന രീതിക്കാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈക്ക് നിങ്ങൾക്ക് അറിയുന്ന സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് കുറച്ച് സമയം ഡിലേ. ലാസ്റ്റ് കാർഡ് എനിക്ക് എന്തോ എടുക്കാൻ തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ. ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. സോറി, ആരോ നിങ്ങളെ തമ്മിൽ അകറ്റുകയാണ് ഇവിടെ. ഓക്കെ, അങ്ങനെയും പറയാം. തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി എനർജി ഉണ്ട്, ഡെവിൾ എനർജി ഉണ്ട്. മനസ്സിൻ്റെ ഓവർ തിങ്കിങ് ആയിരിക്കാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആ തീരുമാനം എടുക്കാൻ പറ്റായ, അതാണ് ഇവിടെ ബുദ്ധിമുട്ട്. അതാണ് ഇവിടെ സ്റ്റക്കായിട്ട് അവർ നിൽക്കുന്നത്. തേർഡ് പാർട്ടിയിൽ സ്റ്റക്കാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് വിട്ട് മാറി വരാൻ ഓക്കെ, അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയാം. ഓക്കെ, ഞാൻ അത് കൂടുതൽ എടുക്കുന്നില്ല. എന്നിപ്പോൾ ഓൾറെഡി ഞാൻ കുറേ നോക്കി. ഒരു February 14 വരെയാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസ് വല്ലതും ആണെങ്കിൽ അത് സോൾവ് ആയിട്ട് പേഴ്സൺ തിരിച്ചു വരും. പക്ഷെ വലിയ മേജർ ഇഷ്യൂ, തേർഡ് പാർട്ടിയൊക്കെ ഉണ്ട്, ഫാമിലിയാണ്, മാരീഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഓക്കെ, പേഴ്സണിന് ആക്ഷൻ എടുക്കാൻ സമയം എടുക്കും. ഓക്കെ, സോറി, അടുത്ത റീഡിങ് അങ്ങനെ ആയിപ്പോയി. ഓക്കെ, കുറച്ച് മെസ്സേജസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. എല്ലാവർക്കും അല്ല കേട്ടോ, അത് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൽ പലതരത്തിൽ പല കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. എല്ലാവർക്കും തേർഡ് പാർട്ടി ആവണമെന്നില്ല. അത് ഫാമിലി ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, അല്ല ഇപ്പോൾ ജസ്റ്റ് ജോലിയുടെ കരിയറിൻ്റെ എന്തെങ്കിലും ടെൻഷനാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് തിരിച്ചു വരും. ഓക്കെ, മേജർ ഇഷ്യൂ അതാണ് ഞാൻ പറഞ്ഞത്, മേജറായിട്ട് ലൈക്ക് ശരിക്കും നിങ്ങൾ തമ്മിൽ വല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഡിലേ പറഞ്ഞത്. ഓക്കെ, സോ ഓർത്ത് വയ്ക്കുക, അത് അങ്ങനെ എടുക്കാം. മെസ്സേജസ് കൂടെ നോക്കാം നമുക്ക്. Owl, Phoenix, Coffin,
മൗണ്ടൻ കുറച്ച് ചാലഞ്ചസ് ആണ് ഇവിടെ കാണുന്നത്. ബർത്ത് കുറച്ച് പേർക്ക് ജേർണി സാധ്യതയുണ്ട്, മീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് പേർക്കുണ്ട്. കുറച്ച് പേർക്കെങ്കിലും പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് ഇവിടെ. ഓക്കെ, പോസിറ്റീവ് എനർജി സറൗണ്ട്സ് യു. നിങ്ങൾ ഓക്കെ, ഞാൻ ഇത് ഇങ്ങനെ പറയാം. ഓക്കെ, ആർക്കാണ് റിയൂണിയൻ പോസിബിൾ? നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നാൽ, അതായത് നിങ്ങൾ വളരെയധികം ഓക്കെ ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിങ്ങൾ ഓക്കെ ചെറിയൊരു ഇഷ്യൂ ആണ്, പ്രശ്നമില്ല, കുഴപ്പമില്ല, എന്ത് തന്നെ വന്നാലും ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആണ്, ഞങ്ങൾ തമ്മിൽ അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, അതായത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. നിങ്ങൾ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കലല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാവും. ഓക്കെ, ഇത് എഴുതി വെച്ചോളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച് ഇല്ല അത് നടക്കില്ല, അയ്യോ നടക്കുമോ, കരഞ്ഞുകൊണ്ടിരിക്കുക, പേഴ്സണെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പേഴ്സൺ തേർഡ് പാർട്ടി കൂടെ ആയിരിക്കില്ലേ, എന്നെ മറന്നുണ്ടാവോ, അവരവിടെ എന്താ ചെയ്യുന്നാവോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ ആ നെഗറ്റീവ് തന്നെ നടക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായി കാണും. നിങ്ങൾക്ക് സ്പിരിച്വൽ മെസ്സേജസ് ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറേ കൂടി യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഇവിടെ റിന്യൂവൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ക്രൈസിസ് ഉണ്ട്. കുറേ പേർക്കെങ്കിലും ഞാൻ പറഞ്ഞു പോസിറ്റീവ് ആൻഡ് മെസ്സേജ് ഉണ്ട് ഇവിടെ. എല്ലാവർക്കും നെഗറ്റീവ് അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ എന്തിലും ഓവർകം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, റിന്യൂവൽ നടക്കും, പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, കുറച്ച് പേർക്ക് എൻഡിങ് എന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം നിങ്ങൾ പോസിറ്റീവ് ആക്കി വെക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ചില എൻഡിങ്സും പോസിബിൾ ആണ്. ചില സിറ്റുവേഷൻ വളരെയധികം ലൈക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എൻഡായി പോകാനുള്ള സാധ്യതയും ആണ്. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. തേർഡ് പാർട്ടിയിൽ പേഴ്സൺ സ്റ്റക്ക് ആയിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ, മൗണ്ടൻ നോ ദാറ്റ് യു ആർ പ്രൊട്ടക്റ്റഡ് ആസ് യു ഫേസ് ചാലഞ്ചസ് ബട്ട് റിമെയിൻ കോഷ്യസ്. ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ ശ്രദ്ധിക്കുക, അവനവനെ കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് വാല്യൂ മനസ്സിലാക്കുക. പേഴ്സണെ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ആരോഗ്യം ഒന്നും കളയരുത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങളിലേക്ക് വരും. ഞാൻ വാക്ക് തരുന്നു, പക്ഷെ നിങ്ങൾ അങ്ങനെ ആവണം. ഓക്കെ, വളരെയധികം ധൈര്യത്തോടെ എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തിരിച്ച് വന്നിരിക്കും, യൂണിവേഴ്സ് എൻ്റെ അടുത്ത് എടുത്തോണ്ട് പോവില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, അങ്ങനെയാണ്. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്തോളാം, ഞാനിവിടെ ഹാപ്പിയാണ്, വന്നോളും, ആൾ വരുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും, അങ്ങനെ വിചാരിച്ച് നിങ്ങളൊന്നിരിക്കും. മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് പേർക്ക് ബർത്ത് ഉണ്ട് ഇവിടെ. യൂണിവേഴ്സൽ എനർജി ബ്രിങ്സ് യു ഓപ്പർച്യൂണിറ്റി ആൻഡ് പോസിബിലിറ്റി. കുറച്ച് പേർക്ക് ഇവിടെ പ്രഗ്നൻസിയുടെ കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ സപ്പോസ് ഓക്കെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ, കേരള വീഡിയോ കാണുന്ന നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാനും നിങ്ങളുടെ റിന്യൂവലും റിലേഷൻഷിപ്പിൻ്റെ റിന്യൂവലും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ന്യൂസ്, ചിലപ്പോൾ എന്തെങ്കിലും വേറെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതും എന്തെങ്കിലും നല്ലത് വരുന്നതിൻ്റെയും ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് ബർത്ത് എന്ന് പറയുമ്പോൾ. ഒക്കെ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരു റീബർത്ത് എന്ന രീതിക്കും പറയാം. നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബർത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ നിങ്ങളിൽ വരാം, ആ രീതിക്കും എടുക്കാം. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് 2 സിറ്റുവേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 അല്ല 3 സിറ്റുവേഷൻ പറയാം. ഒന്ന്, ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പേഴ്സൺ തിരിച്ചു വരും. കുറച്ച് പേർക്ക് കുറച്ച് സ്ട്രോങ്ങർ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് സമയമെടുത്തിട്ട് പേഴ്സൺ തിരിച്ചു വരും. കുറച്ച് പേർക്ക് എൻഡിങ്ങും പോസിബിൾ ആണ്. സോ 3 സിനാരിയോ എനിക്കിവിടെ തോന്നി. സോ എനിവേ നിങ്ങളുടെ മൈൻഡ്, അതിനാണ് ഞാൻ പറയുന്നത്, അഡ്വൈസ് അതിനകത്ത് തരുന്നത്, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഫയർ എന്തോ ജസ്റ്റ് ഞാനിങ്ങനെ കണ്ടതുകൊണ്ട് പറയുന്നു മാത്രം. ഫയർ ലെറ്റ് ഗോ ഓഫ് ഇമോഷണൽ അപ്ഹീവൽ ആൻഡ് എംബ്രേസ് ദ റിന്യൂവൽ ഓഫ് ദ പ്രസന്റ്. നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റിൽ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, ബട്ട് നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് ഇരിക്കണം. സോ 3 സെക്ഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഐ നോ കുറച്ച് ഇന്നത്തെ. എനിവേ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരട്ടെ, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.